Meet the editors. ചോദ്യം ഇതാണ്: തോൽപ്പിച്ചത് അമിത ആത്മവിശ്വാസം. സ്മൃതി, ഇന്നിപ്പോൾ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള നിലപാട് വിശദീകരിക്കുകയാണ്. എല്ലാ തട്ടിലും നേതൃയോഗങ്ങൾ അവസാനിച്ചു. സംസ്ഥാന കമ്മിറ്റിയോടുകൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് സെക്രട്ടറി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമിതമായ ആത്മവിശ്വാസം ഒരു സംഘടനാ ദൗർബല്യമുണ്ടാക്കി. അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല. പക്ഷെ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യത്തിന് കുറ്റപത്രം വരട്ടെ എന്ന ന്യായീകരണമാണ് നൽകുന്നത്. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അത് പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നു. അമിതമായ ആത്മവിശ്വാസമാണ് പാർട്ടിയെ പരാജയപ്പെടുത്തിയതെന്നാണ് പാർട്ടി കരുതുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണ്. തെറ്റായ നിലപാടുകൾ എടുത്തുകൊണ്ട് ആ നിലപാടുകളിലുള്ള അമിതമായ ആത്മവിശ്വാസം അതാണ് പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ സെൽഫ് ക്രിറ്റിസിസമായി വരുന്ന ഏകവാചകം ഈ അമിത ആത്മവിശ്വാസവും സംഘടനാ ദൗർബല്യം, പ്രാദേശിക വീഴ്ച എന്നുള്ളതാണ്. പ്രാദേശിക വീഴ്ചയുണ്ട്. സാധാരണഗതിയിൽ ജയിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന അടിത്തട്ടിൽ കൃത്യമായി പാർട്ടിക്ക് അറിയാൻ പറ്റും. അവസാന നിമിഷങ്ങളിൽ കണക്ക് കൂട്ടിയിട്ട് ഇത്രയാണ് നമുക്ക് കിട്ടാൻ പോകുക എന്ന കൃത്യമായ കണക്ക് CPM കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ്. പകരം UDF കുറച്ചുകൂടി അത് വലിയ രൂപത്തിൽ ബൂത്തുകളിലെ കണക്ക് കൃത്യമായി സമാഹരിക്കാനായി അവരുടെ കണക്കുകൂട്ടലുകൾ ഏതാണ്ട് ശരിയാവുകയും ചെയ്തു. മാത്രമല്ല, ഘടകകക്ഷികളിലെ പ്രശ്നങ്ങളുമൊക്കെ ഏതാണ്ട് പറഞ്ഞ് പരിഹരിച്ചു. LDF അങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നല്ല, UDF ഉണ്ടായിരുന്നല്ലോ. ആ പ്രശ്നങ്ങൾ അവർ തമ്മിൽ പറഞ്ഞ് പരിഹരിച്ചിരിക്കുന്നു. വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സംഘാടനത്തിലും സംവിധാനത്തിലും UDF മികച്ചു നിന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം കണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രണ്ടാമത്തെ പറയുന്നത് എന്താണ്? ശബരിമല AC-ഇല്ല. അദ്ദേഹത്തിന്റെ വാചകം, ശബരിമല വിഷയത്തിൽ UDF-ഉം BJP-യും വലിയ പ്രചാരവേല നടത്തിയെങ്കിലും ഉദ്ദേശിച്ച ഫലം അവർക്ക് കിട്ടിയില്ല എന്നും ആണ് വിലയിരുത്തൽ. അപ്പോൾ ശബരിമല ഉൾക്കൊള്ളുന്ന പന്തളം മുനിസിപ്പാലിറ്റി BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തു എന്നുള്ളതാണ് പ്രധാന വാദമായിട്ട് പറയുന്നത്. പന്തളത്ത് വിജയിച്ചു എന്ന് പറയുമ്പോൾ അക്രോസ് കേരള ഈ പറയുന്ന ശബരിമല വിവാദം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ത്രീ പ്രവേശത്തിലും നമ്മൾ കണ്ടതാണ്. സ്ത്രീ പ്രവേശ വിധിയുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്ന നിലപാട്. അന്ന് 2019 അന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നത് 4 വോട്ടിന് നിലപാട് മാറ്റില്ല എന്നാണ്. പക്ഷേ തിരഞ്ഞെടുപ്പാനന്തരം എന്താണ് ചെയ്തത്? 19 സീറ്റിലും തോറ്റ ഘട്ടത്തിൽ 10,000 വോട്ടിൽ ആലപ്പുഴ മാത്രമാണ് വിജയിച്ചത്. ആലപ്പുഴ മാത്രം വിജയിക്കുന്ന, അതായത് കനലൊരു തരി എന്നുള്ള വിജയമായിരുന്നല്ലോ. ആ വിജയത്തിനു ശേഷം കോടിയേരിയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെ തന്നെ വീടാന്തരം കയറിയിറങ്ങുകയും ഇതിലൊരു പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ 941 പഞ്ചായത്തുകളിൽ UDF 532 അധികാരത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളാണ് വിജയിച്ചത് എന്ന് തോന്നിക്കുന്ന പ്രയോഗങ്ങൾ, പ്രതികരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. BJP-ക്ക് വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ശരിയാണ്. BJP-ക്ക് കഴിഞ്ഞ ശതമാന കണക്കുകളിൽ നോക്കുമ്പോൾ താഴേക്കാണ് വീണിരിക്കുന്നത്. 14.71% കുറയുന്നുണ്ട്. അങ്ങനെ കുറയുമ്പോൾ അതിന് കാരണം ഞങ്ങളാണ് എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് അത് ശരിയാവുക എന്നുള്ളതാണ്. BJP-ക്ക് വോട്ട് കുറഞ്ഞത് മുഴുവൻ ഞങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് പറയുന്നതിലെ സാങ്കേതികത്വം മനസ്സിലാക്കുന്നില്ല. ഇനി മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തതുകൊണ്ട് വലിയ രീതിയിൽ അതൊരു പ്രചാരവേലയായി മാറി എന്ന് പറയുമ്പോൾ CPM-ന് വേണ്ടി സംസാരിക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ശക്തമായി തന്നെ ഇവിടെ പ്രതികരിക്കുന്നുണ്ട്. കൂടുതൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് PR പ്രവർത്തനങ്ങൾ നടത്താൻ പണം ഒഴുക്കിയിട്ടുള്ള PR പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഏശിയിട്ടില്ല എന്നാണോ? അതാണോ ഈ പറയുന്ന ഒരു തരത്തിലുള്ള അമിത ആത്മവിശ്വാസം എന്ന് പറഞ്ഞത്? ആ പ്രചാരവേല ജയിച്ചില്ല എന്നാണ്. ഇനി LDF-ന്റെ വോട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അവസാനം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. ഇടതുമുന്നണിക്ക് വോട്ട് ശതമാനം കൂടിയെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതെന്തു തരം കണക്കെടുപ്പാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ശതമാനം ഞങ്ങൾക്കും കൂടിയെന്ന് UDF-നും പറയാമല്ലോ. അതൊരു കണക്ക്, അത് ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് ശരിയാവുക എന്നൊരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു. ഏറ്റവും പ്രധാനം എന്താണ്? ഈ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം വന്ന ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും 7 തെരഞ്ഞെടുപ്പുകളിൽ 6 എണ്ണവും LDF-ആണ് വിജയിച്ചിട്ടുള്ളത്. 2010 മാത്രമാണ് UDF-ന് വിജയമുണ്ടായിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ തിരിച്ചടി. ആ തിരിച്ചടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി പ്രതിപക്ഷം നടത്തിയത് വർഗീയ പ്രചാരണമാണ് എന്ന് പറയുകയാണ്. എങ്ങനെയാണ് വർഗീയ പ്രചാരണമാകുന്നത്? ഏറ്റവും കൂടുതൽ വർഗീയ പ്രചാരണം CPM നടത്തുമ്പോൾ അത് ഗുണം ചെയ്ത് BJP-ക്കാണെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. എല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമി എന്ന് ആവർത്തിച്ച് പറയുക, ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നാണെന്ന് പറയുക, ലീഗ് വർഗീയ പാർട്ടിയാണെന്ന രൂപത്തിൽ തന്നെ പ്രതികരിക്കുക. ഇതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നടങ്കം മുഖ്യമന്ത്രി അടക്കം ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഒരു തരത്തിലും ന്യൂനപക്ഷ വോട്ട് നേടിക്കൊടുത്തില്ല.
അതായത് ജമാഅത്തെ ഇസ്ലാമി എല്ലാത്ത ന്യൂനപക്ഷ വോട്ട് നേടിക്കൊടുക്കും എന്നാണ് ആദ്യം കരുതിയത്. അത് നടന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങളുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പല കാര്യങ്ങളിലും ആദ്യം പ്രതികരിക്കുന്നു, പലസ്തീൻ അനുകൂല പ്രകടനവും പ്രതികരണവും ഒക്കെ നടത്തുന്നു. പക്ഷേ അതൊന്നും ഗുണം ചെയ്തില്ല എന്ന് കണ്ടപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റുന്നു. അപ്പോൾ ഭൂരിപക്ഷ വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അതും ഗുണമുണ്ടായില്ല. കാരണം അതിന് തൊട്ടു പിന്നെയാണല്ലോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വാർത്ത വരുന്നത്. അപ്പോൾ അത് ഈ ഭൂരിപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ എന്താണ് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എതിരെ എന്ന മട്ടിൽ പറയുന്നത്? ഇവിടെ ഇല്ലാത്ത വർഗീയത ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ന്യൂനപക്ഷ വോട്ട് കൂടി ഇല്ലാതാക്കി. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഭൂരിപക്ഷ വോട്ടും ഇല്ലാതാക്കി. അപ്പോൾ ഫലത്തിൽ രണ്ടും കിട്ടാത്തൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് വർഗീയത ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വർഗീയത പറഞ്ഞിട്ടുള്ളത് ഇവിടെ BJP-യും CPM-ഉം മാത്രമാണ് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥിരം രീതി അതാണെന്നുള്ളതാണ്. അതിൽ നിന്നും CPM പിന്നാക്കം പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അത് വലിയ തിരിച്ചടിയായെന്നും പത്മകുമാറിനെതിരെ നടപടി എടുക്കാഞ്ഞത് തിരിച്ചടിയായും എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ അകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നടപടി എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ നടപടി എടുത്തു എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിക്കില്ലേ? അങ്ങനെ തന്നെ അവതരിപ്പിക്കണം. എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായതുകൊണ്ട് ഞങ്ങൾ ഇതാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് പറയണം. അപ്പോൾ പാർട്ടിക്ക് കുറച്ചുകൂടി അത് അഭിമാനകരമായ തീരുമാനമാവുകയല്ലേ ചെയ്യുക? അപ്പോൾ നിലനിർത്തുന്നു. ഇന്നിപ്പോൾ ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ, അതും പാർട്ടി അംഗമാണ് അല്ലേ? അപ്പോൾ പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അത് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. പലയിടത്തും SDPI വോട്ട് നേടിയിട്ടുണ്ട്. SDPIയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ തിരിച്ച് UDF-നെ എതിരെ ഉന്നയിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് പലയിടത്തും ഇവരുമായിട്ടുണ്ടായിട്ടുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി തിരുവനന്തപുരം നഗരസഭയുടെ കണക്കുകൾ നോക്കുമ്പോൾ ഈ BJP മറ്റത്തൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. മറ്റത്തൂരിൽ യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു. മറ്റത്തൂരിൽ കാലങ്ങളായി അവിടെ രണ്ട് ഗ്രൂപ്പായി ഏറ്റുമുട്ടുകയാണ്. പാർട്ടി നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കാത്തൊരു വിഭാഗമായി അവിടെ മാറിയിട്ടുണ്ട്. 25 വർഷമായി അവിടെ CPM ഭരണത്തിനെതിരായ ഒരു വികാരം. അപ്പോൾ CPM-നെ തോൽപ്പിക്കുക എന്ന ഒറ്റ വികാരത്തിൽ അവിടെ പ്രവർത്തിക്കുന്നു. അതിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത, അതായത് കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലേക്ക് അത് മാറുമെന്ന് തിരിച്ചറിയാൻ അവിടുത്തെ ജില്ലാ നേതൃത്വത്തിനും കഴിഞ്ഞിട്ടില്ല എന്നൊരു വീഴ്ചയാണ് എന്നുള്ളതാണ്. മറ്റത്തൂർ കൃത്യമായിട്ടും ഉറപ്പായിട്ടും CPM-ന് ഒരു ആയുധമാണ്. പക്ഷേ കേരളമാകെ മറ്റത്തൂരാണ് എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന പലയിടത്തും മണ്ഡല പുനർനിർണയത്തിൽ പലയിടത്തും 7000-ൽ താഴെ, അതായത് ആകെ കണക്കൂട്ടുമ്പോൾ 7000-ൽ താഴെ വരുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ BJP-ക്ക് വിജയം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കോസ്റ്റൽ ഏരിയകളിൽ UDF-ന് ടോട്ടൽ വോട്ടൊക്കെ 14,000 12,000 എന്ന രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ആ മണ്ഡല പുനർനിർണയം അവരെ സഹായിക്കാനായിരുന്നോ എന്ന ചോദ്യം തിരിച്ചു ഉന്നയിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥ കാരണത്തിലേക്ക് പഠിക്കുക, അല്ലെങ്കിൽ അതിൽ പിഴവുകൾ തിരുത്തുക എന്ന രൂപത്തിലേക്ക് CPM പോവുക എന്നുള്ളതാണ് പ്രധാനം. യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടുന്ന നിങ്ങളുടെ പിഴവുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആരോപണവും അല്ലെങ്കിൽ പരിഹാസവുമായ മറുപടിയാണ് നൽകാറുള്ളത്. അത് എത്രത്തോളം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഗുണം ചെയ്യുമെന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ടും ഈ പറയുന്ന ഇപ്പോൾ CPM ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കർണാടകയിലെ വിഷയം അത് ഗുരുതരമായ വിഷയം തന്നെയാണ്. അത് കർണാടക കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പിഴവ് തന്നെയാണ്. അതിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന നടപടിയും പ്രധാനമാണ്. അവിടെ ഇപ്പോൾ രേഖകൾ ഉള്ളവർക്ക് താമസ സൗകര്യമൊരുക്കും എന്നാണ് പറയുന്നത്. രേഖകൾ എന്ന് വെച്ചാൽ എന്താണ്? അവിടെയുള്ള എല്ലാവരും വീട് നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അതിൽ എന്ത് രേഖയാണ് അവർ ഉദ്ദേശിക്കുന്നത്? അവിടെ എല്ലാവരെയും പുനരധിവസിക്കുക എന്നുള്ളതാണ്. ആ രൂപത്തിലേക്ക് പോയില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യം എന്ന് കർണാടക സർക്കാരിന് പറയാൻ പറ്റില്ല. ഇവിടെ ഇത് പറയാൻ കാരണം ഇതും ഇവിടെ ഒരു ആയുധമാവുകയാണ് എന്നുള്ളതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ആയുധമാകും. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കമാകുന്നു എന്ന ആലോചനകൾ കൂടി നടക്കുകയാണ്. അപ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപം നൽകുമ്പോൾ എന്താണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്? അതിൽ CPM-ന് പറയാൻ എത്രത്തോളം അവകാശമുണ്ട് എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സ്വയം വിമർശനപരമായിട്ടല്ല, മറിച്ച് പ്രതികരിക്കുന്നവരോട്, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പരിഹസിക്കുന്ന രൂപത്തിൽ, അത് മാധ്യമങ്ങൾ പ്രചാരവേല നടത്തിയത് കൊണ്ട്, UDF-ഉം BJP-യും പ്രചാരവേല നടത്തിയത് കൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ പിഴവുകൾ എന്താണെന്ന് കൃത്യമായി നിങ്ങൾ അകത്ത് പരിശോധിച്ചിട്ടുണ്ടാകാം. എന്തായാലും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയം അമിത ആത്മവിശ്വാസത്താലാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ജിമ്മി, ഈ ചില സിനിമ പൊട്ടുമ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ നടൻ പറയുക സംവിധായകൻ ശരിയായില്ല, പടം ശരിയായില്ല, എൻ്റെ അഭിനയം നന്നായിരുന്നുള്ളതാണ്. സംവിധായകന്മാരെ പറയുന്ന മറുപടിയാണ് ഇത് ഏറ്റവും ക്ലാസിക്. നല്ലപോലെ പോസ്റ്റർ ഒട്ടിച്ചില്ല, അതുപോലെ തന്നെ തിയേറ്ററുകൾ കാര്യമായി കിട്ടിയില്ല, എല്ലാം പ്രൊഡ്യൂസറുടെ കുഴപ്പമാണ് എന്ന് പറയും. അതായത് എൻ്റെ സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ അത് പ്രചരിപ്പിക്കുന്നതിലൊരു വലിയ കുഴപ്പം പറ്റി. അതുപോലെ ഒരു മറുപടിയാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അമിത ആത്മവിശ്വാസം. അതായത് എന്തായാലും ഈ ഗംഭീര സർക്കാരാണ്, പക്ഷേ സർക്കാർ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനം വെച്ച് ജനങ്ങൾ വന്ന് നിങ്ങൾ വോട്ട് ചെയ്തോളും എന്ന് വിചാരിച്ചു. ആ ആത്മവിശ്വാസ കൂടുതൽ കൊണ്ട് ആരും പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു. അപ്പോൾ അതിനകത്ത് ഒരു വരി കൂടെയുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം അതിഗംഭീരമായിരുന്നു, അത് ജനങ്ങളെ മനസ്സിലാക്കിച്ചില്ല പാർട്ടി എന്നുള്ളതാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം ഗംഭീരമാണെങ്കിൽ അത് പാർട്ടിക്കാർ പോയി പറഞ്ഞു കൊടുക്കണോ എന്നുള്ളതൊരു രണ്ടാമത്തെ ചോദ്യമുണ്ട്. ഇന്ന് ശ്രീ ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റ് തീരുമാനം അനുസരിച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ വളരെ വലിയ വിജയം തരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതൊക്കെ പണം കിട്ടിയ ജനങ്ങളോട് നിങ്ങൾക്ക് പണം കിട്ടിയോ എന്ന് പോയി ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ തോൽവിക്ക് ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ഇതേ കാര്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞാണ്. അന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ഭരണവിരുദ്ധ വികാരമില്ല. 2, ശബരിമല ഏശിയിട്ടില്ല. 3, ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ കുറഞ്ഞിട്ടില്ല. അതിൻ്റെ ഉദാഹരണമായി പറഞ്ഞു മലപ്പുറത്ത് 10 ലക്ഷം വോട്ടുകൾ കിട്ടി. അപ്പോൾ പിന്നെ എന്താണ് പരാജയത്തിന് കാരണം, അത് ഞങ്ങൾ പരിശോധിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് സംസ്ഥാന കമ്മിറ്റി അടക്കം വിളിച്ചുകൂട്ടി വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വിവരങ്ങൾ എടുത്തതിന് ശേഷം അതേ വരികൾ തന്നെയാണ് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ പ്രോസസ്സിന് ശേഷവും അന്ന് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പ്രാഥമിക വിലയിരുത്തൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്രോസസ്സിന് ശേഷവും പാർട്ടി മാറി ചിന്തിക്കുന്നില്ല എന്നാണോ, പാർട്ടി നേതൃത്വം അവർ പറഞ്ഞുകൊടുത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണോ? കാരണം നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാതല അവലോകനത്തിലുമെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ തിരിച്ചടികളെക്കുറിച്ച്, പല വിഷയങ്ങളെക്കുറിച്ച്, സ്വർണ്ണപ്പാളിയെക്കുറിച്ച്, ശബരിമലയിലെ വിഷയത്തെക്കുറിച്ച് ഇതെല്ലാം വളരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ പറയുന്നു. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരമില്ല. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല ഏശിയിട്ടില്ല, ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ടില്ല, ഇതിൻ്റെ വിശദീകരണമാണ് ഇന്ന് അദ്ദേഹം നൽകിയത്. അതിന് ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓവർ കോൺഫിഡൻസിൽ അണികൾ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സർക്കാർ വളരെ ശരിയാണ് എന്ന ഒരു മുൻധാരണ വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാൻ എന്ന് ചിന്തിക്കാത്തത്? അതല്ലെങ്കിൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാർ, ആ സർക്കാരിനോട് സ്വാഭാവികമായും ഒരു ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നത്? ഇത് രണ്ടും സ്വാഭാവികമായും സംഭവിക്കേണ്ടതല്ലേ? അല്ലാതെ പാർട്ടി പോയിട്ടാണോ താഴെത്തട്ടിൽ സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യം പ്രചരിപ്പിക്കേണ്ടത്? ജനങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ട കാര്യമാണ്. നമ്മൾ തന്നെ പറഞ്ഞല്ലേ, ഒരു കയ്യിൽ 2100, മറ്റേ കയ്യിൽ 1200, രണ്ടും കൂടെ ചേർക്കുമ്പോൾ ആഹാ എന്ത് ഗംഭീര സർക്കാർ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യും എന്നല്ലേ വിചാരിക്കേണ്ടത്? അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അത് നടന്നിട്ടില്ല എങ്കിൽ എന്താണ് കാരണമെന്ന് ആലോചിക്കണ്ടേ? അതുപോലെ തന്നെ പാർട്ടിയുടെ ജോലി എന്താണ് അങ്ങനെയാണെങ്കിൽ? ഇത് കേരള സർക്കാരിൻ്റെ ഫാൻ ക്ലബ്ബാണോ? സർക്കാർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അത് മാത്രമാണോ പാർട്ടിയുടെ പണി? പാർട്ടി അതാണോ ചെയ്യേണ്ടത്? അതോ തിരിച്ച് പാർട്ടി സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരു സംവിധാനമായി മാറേണ്ടതുണ്ടോ? 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം തൊട്ട് മുമ്പിലുള്ള 2 കാര്യങ്ങൾ, പാർട്ടിയുടെ ഒരു ഘടകവും അറിയാതെയാണ് PM ശ്രീ എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ വലിയ നയവ്യതിയാനമുണ്ടായത്. 1. 2, തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കെതിരെയുള്ള വളരെ വലിയ സമരവും ബഹളവും എല്ലാത്തിനും ശേഷം ഏകപക്ഷീയമായി 2 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലുള്ള കോംപ്രമൈസ്, അതും പാർട്ടി അറിഞ്ഞില്ല. ഇത് 2 നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ 2 കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് പാർട്ടിക്ക് അതൊരു പ്രശ്നമായി തോന്നാത്തത്? അതായത് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നതാണല്ലോ പാർട്ടി, അങ്ങനെയാണല്ലോ CPM കരുതുന്നത്, അതിൻ്റെ മുകളിലാണ് നിൽക്കുക. കോൺഗ്രസ് ഒക്കെ ആകുമ്പോൾ മുഖ്യമന്ത്രിയാണ് എല്ലാത്തിൻ്റെയും അവസാനമൊക്കെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലോ അങ്ങനെയല്ല. പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറിയുടെ കീഴിലുള്ള ഘടകങ്ങളുമാണ് അവസാന വാക്ക്. പക്ഷേ ഈ 2 കാര്യങ്ങളിലും അങ്ങനെയല്ല സംഭവിച്ചത്. എന്നിട്ടും അതൊരു പ്രശ്നമായി തോന്നാത്തത് എന്തുകൊണ്ടാണ്? പാർട്ടിക്ക് അപ്പോൾ സർക്കാരിൻ്റെ ഫാൻ ക്ലബ്ബായി മാത്രം നിന്നാൽ മതിയോ? അതോ സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പാർട്ടി, അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതുകൊണ്ട് സർക്കാരിനെ അത് തൊടാൻ പാടില്ല. സർക്കാർ ശരിയാണ്, പിന്നെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ അവലോകനമാണ് നടത്തുന്നത്. അവിടെ തൊടാൻ പറ്റില്ല എന്നവിടുത്തെ തന്നെ പാളിയോ എന്നുള്ളതാണ് സംശയം. ഈ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഇല്ലെന്നോ, വികസന നേട്ടങ്ങൾ വല്ലാതെ മോശമാണെന്നോ എന്നൊന്നുമല്ല എൻ്റെ വിഷയം. പക്ഷേ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ഭാഗം കൂടി ആലോചിക്കാതെ പോയത് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഭരണ നേട്ടങ്ങൾ വോട്ടായി മാറാത്തത്? എവിടെയാണ് പാളിയത്? ചെറിയ കാര്യമല്ല കേട്ടോ. കേരള ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനോ LDFനോ അങ്ങനെ വലിയ പരാജയം സംഭവിക്കാറില്ല. ഇപ്പോൾ പരാജയം സംഭവിച്ചാൽ പോലും 2010 കഥ പറഞ്ഞാൽ പോലും ജില്ലാ
കൗൺസിൽ അന്ന് അതിനേക്കാൾ പരാജയമായിരുന്നു 8. എൻ്റെ പോയിന്റ് അതാ, പരമാവധി പോയാൽ 8-6, അതിനപ്പുറം പോവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും അദ്ദേഹത്തിന് അവരുടെ കൂടെയുള്ള പാർട്ടി. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്കാണ് ശക്തി. അവർ താഴെത്തട്ടിൽ തോക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ അപകടത്തിൻ്റെ ചിഹ്നമാണ്. അതാ പറഞ്ഞത് 2010 പോലും BJP ഇല്ല അന്ന് അപ്പോൾ പോലും ഒരു വളരെ വലിയ പരാജയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് സംഭവിക്കുക? അത് വേറെ ചില കാര്യങ്ങളുടെ സൂചനയാണ്. താഴെത്തട്ടിൽ കോൺഗ്രസ് നേതാക്കളെയോ അണികളെയോ കാണുന്നത് പോലെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-കാരുടെ അണികൾക്ക്, CPM-ൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് വളരെ വലിയ പങ്കുണ്ട്. അവരോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടാണോ ഈ വോട്ട് മറിഞ്ഞത്? ഒരു വലിയ തരംഗം പല സ്ഥലങ്ങളിലും ഉണ്ടായത്. അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സർക്കാരിനെതിരെയുള്ള ഒരു വികാരമായി മാറിയത് കൊണ്ടാണ് ഒരു വലിയ തരംഗമായി ഉണ്ടായത്. ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വല്ലാത്ത മോശം ഭരണമാണ് ഇടതുപക്ഷം കാഴ്ചവെച്ചതെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയല്ല, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അപകടം പിടിച്ച ഒരു ഫലമാണ്. നിങ്ങൾ പറയുമ്പോൾ തത്വത്തിൽ 7-7 ബഹുഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും തോറ്റു. ഇതൊക്കെയാണെങ്കിലും 350ഓളം ഗ്രാമപഞ്ചായത്തുകൾ LDF-ന് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചുവാദമുണ്ട്. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ CPM-ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് അത് വളരെ വലിയ അപകടത്തിൻ്റെ സൂചനയാണ്. കാരണം കോൺഗ്രസ്സിന് അങ്ങനെയൊന്നും ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കാനുള്ള സംഘടനാ ശേഷിയോ സംവിധാനമോ CPM-ന്റെ പകുതി പോലുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വളരെ വലിയ ഇൻട്രോസ്പെക്ഷനാണ് വേണ്ടത്. അതിന് പകരം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശബരിമല ഒരു വിഷയമേ അല്ല, ശബരിമലയിൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് പറഞ്ഞ ന്യായമാണ് തമാശ. അത് ഒന്നും പറയാതെ വിട്ടിരുന്നെങ്കിലും കുഴപ്പമില്ല. അയ്യപ്പൻ്റെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചത്, അയ്യപ്പൻ്റെ ജില്ലയിൽ ഒരു മുനിസിപ്പാലിറ്റി ഞങ്ങളാണ് ജയിച്ചത്. എന്തൊരു തമാശയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ശബരിമലയിലെ സ്വർണ്ണക്കടത്തും കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു കഥയല്ലേ. അത് വേണമെങ്കിൽ ബാധിച്ചില്ലെന്നോ പറയും. പക്ഷേ അതിന് പകരം അയ്യപ്പൻ്റെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചത്, അതുകൊണ്ട് ഇതൊരു വിഷയമല്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ എന്തൊരു അപഹാസ്യമായ കാര്യമാണ്, എന്തൊരു അപഹാസ്യമാണ്. മൂന്നാമത്തേത്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഞങ്ങൾക്കാണ് കൂടുതൽ കിട്ടിയത്. അതിനെക്കുറിച്ച് എന്തായാലും വിശദീകരണം കൂടുതലുണ്ടായില്ല. അതേസമയം താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ പാർട്ടി അങ്ങോട്ട് അറിയിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ വളരെ വലിയ ജനകീയ പ്രക്ഷോഭം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായത് കേരയിൽ പദ്ധതിക്കെതിരെയാണ്. മഞ്ഞക്കുറ്റി. ഈ മഞ്ഞക്കുറ്റിയുടെ കാര്യം ഭൂമി നോട്ടിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ ആ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചോ, അതിൻ്റെ പേരിലുള്ള കൺഫ്യൂഷൻസ് താഴെത്തട്ടുണ്ട്. പലരും സ്ഥലം വാങ്ങിക്കാൻ ഇപ്പോഴും മടിക്കുന്നു, സർക്കാർ ആ പദ്ധതി പിൻവലിക്കാത്തതുകൊണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് താഴെത്തട്ടിൽ. ഇത് പാർട്ടി മുമ്പോട്ട് ഉന്നയിച്ചിട്ടുണ്ടോ? പല സ്ഥലത്തും ആദിവാസി മേഖലയിൽ കഴിഞ്ഞ 8-9 വർഷമായി ഒരൊറ്റ സമരം പോലും ആദിവാസി മേഖല നടന്നിട്ടില്ല. പക്ഷേ കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ള പദ്ധതികൾ നിലച്ചുപോയ സ്ഥലമാണ്. സംസ്ഥാന സർക്കാരിന്, ഇടതുമുന്നണിക്ക് ഇത്തവണ വളരെ വലിയ തിരിച്ചടി നേടിയിട്ടത് ആ മേഖലകളിലൊക്കെയാണ്. അപ്പോൾ പല പദ്ധതികളും ഗംഭീരമായി നടക്കുമ്പോഴും വേറെ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോയില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം അവിടെയാണ്. CPM-ൻ്റെ എന്ന പാർട്ടി സംവിധാനത്തിൻ്റെ ജോലി സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കലും സംസ്ഥാന സർക്കാരിന് ഫീഡ്ബാക്ക് കൊടുക്കലുമാണ്, അല്ലാതെ ഫാൻ ക്ലബ്ബായി മാറുകയല്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു വച്ചിരിക്കുന്നത് നല്ല ഒരു ഫാൻ ക്ലബ്ബായി പാർട്ടി പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് സർക്കാരിന് എതിരെയുള്ള ജനവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ഒരു കാരണവശാലും യാഥാർത്ഥ്യങ്ങൾക്ക് ചേർന്നതല്ല. എന്നൊരു സംശയം ചോദിക്കട്ടെ ജിമ്മി, സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ജിമ്മി പറയുകയാണെങ്കിൽ ഏതൊക്കെ വകുപ്പിലായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുക? അത് വകുപ്പുപരമായിട്ടില്ല, സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 10 വർഷത്തെ ഒരു സർക്കാരിൻ്റെ ഒരു വിഷയമുണ്ടല്ലോ. അപ്പോൾ സർക്കാരിനോട് സ്വാഭാവികം വരാനിപ്പോൾ പറഞ്ഞോട്ടെ സ്വർണ്ണപ്പാളി പറയട്ടെ സ്വർണ്ണപ്പാളി സംസ്ഥാന സർക്കാർ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, സർക്കാർ തന്നെയാണ്, സർക്കാർ അപ്പോയിന്റ് ചെയ്ത്, പാർട്ടിയാണ് അപ്പോയിന്റ് ചെയ്തത്. ദേവസ്വം ബോർഡ് എങ്ങനെ 2021 സർക്കാരാണോ 2019 ദേവസ്വം ബോർഡ്? 2 LDF സർക്കാരാണ്. ഭരണവിരുദ്ധ വികാരം അതാ പറഞ്ഞത്, അവരുടെ ഭരണവിരുദ്ധ വികാരം 10 വർഷത്തെ സർക്കാരിനെതിരെയാണ്. എന്ത് സംശയം? പറഞ്ഞു തീർക്കട്ടെ. എന്ന് മാത്രമല്ല, പാർട്ടിയല്ല പത്മകുമാറിനെ അപ്പോയിന്റ് ചെയ്തവരുണ്ട്, പാർട്ടിയല്ല ഇപ്പോഴത്തെ ഇന്ന് അറസ്റ്റിലായ ആളെ പിടികൂടി. ഏത് സർക്കാരാണ് അപ്പോയിന്റ് ചെയ്തത്? LDF സർക്കാർ. ഏത് സർക്കാർ? ഫസ്റ്റ് LDF സർക്കാർ. 2016 2021 സർക്കാരിലെ പോയിരിക്കുന്നത്. അതെ. ഈ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെ ദേവസ്വം ബോർഡ് മെമ്പർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ?
അതുകൊണ്ട് എന്താ അപ്പൊ ഈ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം സ്വർണ്ണപ്പാളി ഒരു 5-5 തിരിക്കണം കേട്ടോ. ആ വെയിൽ കെട്ടിട്ട് വേണം. അല്ല അങ്ങനെ തന്നെ തിരിക്കും. അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. 10 എന്നുള്ളൊരു മടുപ്പിന്റെ കാരണമാണ്. 2021 വിധി എഴുതി. 2020 ശേഷം അല്ല, എന്റെ ചോദ്യം ഇതാണ്, സ്ട്രെയിറ്റ് ആണ്. 2021 ശേഷമുള്ള പിണറായി സർക്കാരിന്റെ ഇപ്പം വനം വകുപ്പ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ ചില കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബാക്കി ഏതൊക്കെ വകുപ്പുകളിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്, ഭരണവിരുദ്ധ വികാരം പ്രകടമായത്? വനം വകുപ്പ് ഏതായാലും വനം വകുപ്പിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പോലീസ് വകുപ്പിന്റെ കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നം, യൂണിവേഴ്സിറ്റികളിലെ പ്രശ്നം. എത്ര യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർമാരുണ്ട്, വൈസ് ചാൻസലർമാരുണ്ട്? എന്റെ ചോദ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ 2021 ശേഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് മെച്ചപ്പെട്ടോ കുറഞ്ഞോ? അല്ലെ, എത്രയിടത്ത് വൈസ് ചാൻസലർമാരുണ്ടെന്ന് അന്വേഷിച്ചു. അതെന്താ കാരണം? എന്താ കാരണം? ഗവർണർ ആണ്. ഗവർണർ ഒരു ഭാഗം മാത്രം കാരണമാകുന്നില്ല. അതിൽ സർക്കാരും ചില കാര്യങ്ങളുണ്ട്. എങ്ങനെ? എന്ത് രാഷ്ട്രീയമായ നിലപാടുകൾ. എന്താ കാര്യമുള്ളത്? ഗവർണറുമായി ബന്ധപ്പെട്ട ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് എന്ത് കാര്യമുള്ളത്? ഗവർണറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള സമയത്ത് വിട്ടുവീഴ്ച ചെയ്യാമെന്നും അറിയാം. അല്ല, വിട്ടുവീഴ്ച ചെയ്യാവുന്ന സമയത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ അറിയാം. അതേസമയം ഒരു കാര്യം അല്ല, ജിമ്മി പറഞ്ഞ ഒരു പോയിന്റ്, സർക്കാർ വിട്ടുവീഴ്ച ചെയ്തു, കോംപ്രമൈസ് ചെയ്തു പാർട്ടി അറിയാതെ എന്നുള്ളതാണ്. തെറ്റാണ്, അങ്ങനെയല്ല. സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ ചോദ്യം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ സുപ്രീം കോടതി ധൂലിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് കാത്തു നിൽക്കാതെ സർക്കാരും ഗവർണറും തമ്മിലൊരു സമവായമുണ്ടായി എന്നൊരു ധാരണ സൃഷ്ടിച്ചത്? എന്താ കാരണം എന്നറിയാമോ? അന്ന് ധൂലിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രസിഡന്റായിട്ട് ഇതേ ഗവർണറാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പകരം എന്താ, അന്നും ഇന്നും പറഞ്ഞിട്ട് സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ ഗവർണറും ഒപ്പം സിസ തോമസിന്റെ കാര്യത്തിൽ സർക്കാരും വിട്ടുവീഴ്ച ചെയ്യാതെ ആ പ്രശ്നം അവസാനിക്കില്ല. കാരണം ധൂലിയ കമ്മിറ്റിയുടെ കാര്യത്തിൽ 2 ലിസ്റ്റിലും പെട്ടയാളാണ് സിസ തോമസ്. അതാണ് വരാൻ പോകുന്നത്. സുപ്രീം കോടതിയാണ് കേരള സർക്കാർ, കേരളത്തിലെ VC-മാരെ നിശ്ചയിക്കുന്നതെന്നൊരു പ്രസിഡന്റ് വന്നാൽ ഇനി ഇവിടെ ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന എല്ലാ ഇത്തരം നിയമനങ്ങളും ഗവർണർ അങ്ങനെയായിരിക്കും നടത്താൻ പോവുക. അതിന്റെ പൊളിറ്റിക്കൽ ഡിസിഷനാണത്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട സംവിധാനത്തിന്റെ പേര് സർക്കാർ എന്നല്ല. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട സംവിധാനത്തിന്റെ പേര് പാർട്ടി എന്നാണ്. നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടെങ്കിൽ പറയട്ടെ, നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ചർച്ച ചെയ്തത് തീരുമാനം എടുത്തിട്ടാണ് പാർട്ടി സെക്രട്ടറി. നോക്കൂ, എല്ലാ തീരുമാനങ്ങളും സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പാർട്ടി സെക്രട്ടേറിയറ്റ് എടുത്തിട്ടല്ല. പാർട്ടി സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം അവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓരോ ആഴ്ചയും കൂടുതൽ നോക്കൂ, എന്താണ് അവസാനം വന്നത്? സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നു, വളരെ പെട്ടെന്ന് ഈ തീരുമാനം അറിയിക്കണമെന്ന് തീരുമാനം വരുമ്പോൾ ചോദിക്കുന്നു, അതിൽ സെക്രട്ടേറിയറ്റിന് പരിഭവമില്ല. സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചോദിച്ചു, മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടു കൂടി ആ ചർച്ച അവിടെ അവസാനിച്ചു. അത് അരുണിന്റെ ഇൻഫർമേഷൻ എവിടുന്ന അറിയില്ല, അത് തെറ്റാണ്. അത് തെറ്റല്ല. എനിക്ക് വളരെ കോൺഫിഡൻസ് എനിക്ക് വളരെ കോൺഫിഡൻസോടെ പറയാൻ പറ്റും. ആ കാര്യത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റിനെ ഇരുട്ടിൽ നിർത്തി എന്നുള്ളത് പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് ചർച്ച വന്നില്ല. എന്റെ നേരിട്ടുള്ള സോഴ്സിന്റെ ഇൻഫർമേഷൻ പറയുന്നു, അവിടെ നടന്ന ചർച്ച ഞാൻ പറയാം. സെക്രട്ടറിയിൽ നടന്ന ചർച്ച, മുഖ്യമന്ത്രിയോട് ഇക്കാര്യം പാർട്ടി സെക്രട്ടേറിയറ്റിലെ ഒരു പ്രധാനപ്പെട്ട അംഗം ചോദിക്കുന്നു, ഗവർണറുമായി സമവായമുണ്ടാക്കി എന്നുള്ളത് ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിക്കില്ലേ? അപ്പോൾ അവിടെ ആ ചർച്ചയ്ക്ക് പോയ മന്ത്രി അടക്കമുള്ളവർ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ധൂലിയ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നാളെ സിസ തോമസിനെയും ഈ സജി ഗോപിനാഥിനെയും നിശ്ചയിക്കണം എന്ന തീരുമാനം വന്നാൽ അത് പ്രസിഡന്റായി മാറുകയും നിലവിലുള്ള സാഹചര്യത്തിൽ തുടർന്ന് അങ്ങോട്ട് അത് നമുക്ക് പാലിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യും. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അതിനുശേഷം ആ വിഷയത്തിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അരുൺ പറയുന്നത് പാർട്ടി കമ്മിറ്റിക്കകത്ത് മുഖ്യമന്ത്രി വിശദീകരിച്ചതാണ്. ഞാൻ പറഞ്ഞ വിഷയം, കേരളത്തിൽ ഒരു പ്രസിഡൻസ് ഉണ്ട്. ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. ആ കാലത്ത് പാർട്ടിയിൽ ക്യാബിനറ്റിൽ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിനകത്ത് ചർച്ച നടക്കുമായിരുന്നു. അതിൻ്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ സർക്കാരിൻ്റെ കാലത്തും ആദ്യഘട്ടത്തിൽ വെള്ളിയാഴ്ചകളിൽ എന്താണ് അടുത്ത ക്യാബിനറ്റിൽ പോകാൻ പോകുന്ന ധാരണയുണ്ടായിരുന്നു. എൻ്റെ പോയിന്റ് അതുതന്നെയാണ്. ഇത് അതിനുശേഷം റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന രീതി എന്നാണ് CPM-ൽ വന്നത്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി 2019 2021 ഈ വിഷയം പുറത്തു വന്നിട്ടില്ല. അത് അന്ന് തെരഞ്ഞെടുപ്പിൽ ഇത് വെച്ച് ഫേസ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ വിവരം അറിഞ്ഞാനെ. ഇപ്പോൾ ആ പഴയ കഥയാണ് പുറത്തു വരുന്നത്. ആ പഴയ കഥ പുറത്തു വരുമ്പോൾ അത് 1 ആണോ 2 ആണോ എന്നുള്ളതല്ല, അന്നും ഇന്നും ഒരേ മുഖ്യമന്ത്രിയും ഒരേ മുന്നണിയുമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. ഈ പ്രധാനമന്ത്രി പിന്നെ ആവാസ് യോജനയിലെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒപ്പിടാത്തത് കൊണ്ട് വീടിനുള്ള പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞേ, കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? ഒപ്പിടണമെന്നാണ് ഒപ്പുണ്ടാതാണോ? കോൺഗ്രസിനെ കുറിച്ച് ആര് ചർച്ച ചെയ്തു? അല്ല,
അല്ല ഈ അങ്ങനെയാണെങ്കിൽ എനിക്ക് മറുപടി ഉണ്ട്, മറുപടി ഉണ്ട്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണല്ലോ. തോൽപ്പിച്ചത് അമിത ആത്മവിശ്വാസമോ എന്നാണ് ചോദ്യം. ആന്റോ. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് ഓരോ കാര്യങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റികളെല്ലാം ചർച്ച ചെയ്ത് സംസ്ഥാന സമിതിയിൽ വന്ന് സംസ്ഥാന കൗൺസിൽ തീരുമാനമെടുത്തതിന് ശേഷം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു യാഥാർത്ഥ്യം ഇല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയും എന്ന് പറയുന്ന ഒരു സംവിധാനത്തോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നഗരപ്രദേശങ്ങളിൽ പാർട്ടിക്ക് തക്കതായിട്ടുള്ള ശോഷണം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണ് 10% വോട്ടാണ് കുറഞ്ഞത് മുനിസിപ്പാലിറ്റികളിൽ. 10% വോട്ട് ചെറിയ കാര്യമാണോ? അത് കണ്ടെത്തിയത് ചെറിയ കാര്യമായിട്ടാണ് വിചാരിക്കുന്നത്? പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മൊത്തത്തിൽ പഞ്ചായത്തിൽ വന്നിട്ടുള്ളൂ. 1000 എത്ര പഞ്ചായത്താണ് കേരളത്തിലുള്ളത്? ആ മുഴുവൻ പഞ്ചായത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളൂ. 10% വോട്ട് പോയത് മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പം വെറുതെ അങ്ങോട്ട് കാടടച്ച് പഠിച്ചിട്ട് CPM എല്ലാം കൂടി അല്ലെങ്കിൽ ഇടതുപക്ഷം എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്ന് പറയുന്ന ശൈലിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തിനെ കാണുകയേ വേണ്ട. എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരം എവിടെയാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയണ്ടേ? ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസിലാണ് ഭരണവിരുദ്ധ വികാരം. അങ്ങനെയല്ല പറയേണ്ടത്. അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അവിടെ ശബരിമലയിൽ കൊള്ള നടത്തിയതിൻ്റെ ഭാഗത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നല്ല പറയണ്ടേ? അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? CPM-ന് സംഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM പഠിച്ചിറങ്ങുന്ന പാർട്ടിയെ 2019 നേരത്തെ സ്മൃതിപടം പറഞ്ഞ പോലെ കനലൊരു തേരി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഓരോ വീടുകൾ കയറി ഇറങ്ങിയ പാർട്ടിയുടെ പേര് CPM എന്നാണെന്ന്. എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നടന്നു. ഒരു കാര്യം ഞാൻ ഏറ്റവും കുറച്ച് ഉദാഹരണം പറയാം. ഈ കേരള സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനവും ജനങ്ങളിലേക്ക് എത്തിയില്ലോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്തിയിട്ടില്ല എന്നുള്ളതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം അല്ലേ? അതിൻ്റെ ഒരു മറുപടി എങ്ങനെയാണ് ക്ഷേമ പെൻഷൻ്റെ പ്രഖ്യാപനം നടന്നത്? PM ശ്രീക്കുള്ള മറുപടി പോലെ വിളിച്ച് പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പ്രഖ്യാപനം വന്നത്. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യേണ്ടതും ഹെഡ്ലൈൻ ആക്കേണ്ടതുമായ ഒരു പ്രഖ്യാപനം നടന്നത് PM ശ്രീയുടെ മറുപടിയുടെ ഭാഗമായിട്ടാണ്. പിറ്റേ ദിവസം കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഒരു ഹെഡ്ലൈൻ ആക്കി വച്ചോ? പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതെങ്കിലും ഹെഡ്ലൈൻ ആക്കിയോ? ഒരു പത്രവും ആക്കിയില്ല എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ ഒരു 50% ആൾക്കാർക്ക് അറിഞ്ഞിട്ട് പോലും ഇല്ല. അക്കൗണ്ടിൽ പൈസ വന്നപ്പോഴാണ് പലരും അറിഞ്ഞത്. ഇതെങ്ങനെ പൈസ കൂടുതൽ വന്നതെന്നുള്ള നിലയിലേക്ക് വന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന്. കാരണം അത് പ്രചരിപ്പിക്കാൻ CPM-നോട് കഴിഞ്ഞിട്ടുമില്ല. സോഷ്യൽ മീഡിയ പ്രവർത്തിച്ച് കാര്യമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താണ് ഈ പത്രമാധ്യമങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പത്രപരസ്യം പോലും കൊടുത്തിട്ടില്ല. ഗുണഭോക്താക്കൾ അറിയില്ലേ? അല്ല, ഗുണഭോക്താക്കൾ പൈസ കിട്ടി നമ്മളെ അറിയുള്ളൂ. അല്ല, അത് ഞാൻ പറയുന്നത് എപ്പോഴാണെന്ന്. കാരണം ഞാൻ പറയുന്നത് ഒരു ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത് ഒരു 3 മാസം 3.5 മാസം മുന്നേ തുടങ്ങുന്ന വലിയൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിൽ CPM ഇപ്രാവശ്യം പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ച് CPM-ന്റെ അടിത്തറ ഇളകിയെന്ന് വിചാരിക്കേണ്ട. അടിത്തറ ഇളകിയിട്ടില്ല എന്നുള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റി 10% വോട്ടിൻ്റെ വ്യത്യാസം വന്നു. അതെന്താ? നഗര കേന്ദ്രീകരണങ്ങളായ മുനിസിപ്പാലിറ്റികളിൽ 10% വോട്ടിൻ്റെ വ്യത്യാസം വന്നു. ആ 10% വോട്ടിംഗ് പെർസെൻറ്റേജാണ് ശരിക്കും പറഞ്ഞാൽ ഈ CPM-നെ വളരെ രീതിയിൽ പിന്നോട്ട് അടിച്ചു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളെ കുറിച്ചിട്ടാണ്, കോർപ്പറേഷനെ കുറിച്ചിട്ടാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലല്ല. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ പറഞ്ഞ 1-2 പഞ്ചായത്തുകളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ എന്താണ് വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് ആകെ 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം വന്നത് 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്. അല്ല, ഭരണ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ കണ്ടിട്ടില്ലെന്നേ, സെൻട്രൽ ഗവൺമെൻറ് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് കേരളത്തിലെ പത്രങ്ങൾ മുഴുവൻ വാരി വലിച്ച് പരസ്യങ്ങൾ കണ്ടില്ല. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു പരസ്യം വന്നോ? നിങ്ങൾ പറഞ്ഞല്ലോ PRD-നെ ഉപയോഗിച്ച് വലിയ രീതിയിൽ പരസ്യം. എവിടെയാ PRD-നെ ഉപയോഗിച്ച്? ഞാൻ പറയുന്നത് ഒരു സംവിധാനത്തിൽ അത് സർക്കാർ പണം മുടത്തിയിട്ട് കേരള സർക്കാർ പരസ്യം ചെയ്തിട്ട് ഈ പ്രചരിപ്പിക്കാൻ നിന്നിട്ടില്ല. അതല്ല മനസ്സിലാക്കണം. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഇലക്ഷന് മുമ്പ് എന്താ പറയുന്നതെന്ന് അറിയോ? അയ്യോ സർക്കാർ കോടികൾ ഒഴുക്കുന്നു, അവരെ വികസന അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്താണ് സംഭവിച്ചത്? അതാണ് അമിത ആത്മവിശ്വാസം എന്ന് പറയുന്ന സംവിധാനം. അതുകൊണ്ടാണ് പാർട്ടി കണ്ടെത്താനുള്ള കാരണം. പാർട്ടി ജയിക്കും, ഇത്രയധികം ക്ഷേമ പെൻഷൻ നടത്തിയ ഒരു ക്ഷേമ പ്രവർത്തനം നടത്തിയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ അത് ഓട്ടോമാറ്റിക്കലായി ജയിച്ചു വരുമെന്നുള്ളൊരു സഖാക്കളുടെ അല്ലെങ്കിൽ പറയുന്ന ഇടതുപക്ഷ വിശ്വാസികളുടെ ഒരു അമിത ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടി
പിന്നോട്ട് പോയി എന്ന് പറയുന്നത്. അതിൽ നിന്ന് തിരുത്താൻ വലിയ ദൂരമൊന്നും വേണ്ടാന്ന്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ജനുവരി 15-ാം തീയതി തുടങ്ങി 22-ാം തീയതി വരെ എല്ലാ വീടുകളും കയറി ഇറങ്ങാണ്. ഒരു അജണ്ട മുന്നോട്ട് വെച്ചിട്ടല്ലോ. അവിടെ അറിയാൻ പറ്റും ജനവികാരമുണ്ടോ, എന്തൊക്കെ എന്തൊക്കെ ക്ഷേമ പ്രശ്നങ്ങളാണ് പാർട്ടി നടത്തിയിട്ടുള്ളത്. അതുപോലെയൊന്നും നടത്താനുള്ള സംവിധാനം കോൺഗ്രസിനുണ്ടോ? അങ്ങനെയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ നടത്തിയിട്ടില്ല. അപ്പോൾ പാർട്ടി ഇറങ്ങാൻ തീരുമാനിച്ചാൽ പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ കാലത്തും പാർട്ടി ഇറങ്ങാൻ തീരുമാനിച്ചാൽ പാർട്ടി ഇറങ്ങുകയും പ്രവർത്തിക്കുകയും 2019 ഒരു തരി തരി ഉള്ളൂ എന്ന് പറഞ്ഞ MP പിന്നെ മത്സരിച്ച് ആലപ്പുഴ മാത്രം ജയിച്ച പാർട്ടി 2021 99 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നില്ലേ? എങ്ങനെയാണ് വന്നത്? ഇതുപോലെ വീടുകൾ കയറി ഇറങ്ങിയിട്ടാണ്. അല്ല ഇതൊക്കെ വീടുകൾക്ക്. അപ്പം അങ്ങനെ പറയാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോളൂ. കാരണം ഇതിപ്പോൾ ഇപ്പം എന്ത് സംഭവിക്കുന്ന അറിയാം? കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസമാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ട് ആർക്കെങ്കിലും? ഇപ്പം കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ ആത്മവിശ്വാസമാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കേരളത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾക്കും ഇല്ല. അതുകൊണ്ടാണല്ലോ ഒറ്റയടിക്ക് BJP-യിലേക്ക് പോകുന്ന സമയത്ത് അത് കുഴപ്പമില്ലാന്നേ, അത് ഞങ്ങൾക്കൊരു പഞ്ചായത്തല്ലേ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. 8 മെമ്പർമാർ ഒന്നിച്ച് BJP-യിലേക്ക് പോകുന്ന സമയത്ത് അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാന്ന്. അത് നിങ്ങൾ പഞ്ചായത്തല്ലേ, ചർച്ച ചെയ്യണ്ട. കാസർഗോഡത്ത് എന്താണ് BJP-യുടെ മെമ്പർ മാറി നിൽക്കുന്ന സമയത്ത് 4 കോൺഗ്രസ് മെമ്പർമാർ മാറി നിൽക്കുന്ന സമയത്ത് അതൊരു മെമ്പറല്ലേ, അത് BJP-യിലേക്ക്. അതും ഞങ്ങൾക്ക് സാരമില്ല. ഞങ്ങളിത് 538 എണ്ണത്തിൽ വിജയിച്ചിങ്ങനെ അർമാദിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഒരു പഞ്ചായത്തിനെ കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനോട് ഒരു ഗുണം ഉണ്ടായിട്ടോ? എന്താ ഗുണം എന്നറിയോ? 14% 1% വോട്ട് വർധന പോലും BJP-ക്ക് ഉണ്ടാക്കാത്ത സർക്കാരായി കേരള സർക്കാർ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1% പോലും ഇല്ല. 14.18 സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ടാണോ? അല്ല, കേരള സർക്കാർ BJP കോൺഗ്രസ് ഭരിച്ച സമയങ്ങളിലെല്ലാം 4%, 3%, 5% വർധനമായിരുന്നു BJP-ക്ക്. എന്തേ 2021-26 കാലത്തിൽ 1% പോലും വർധനമില്ലാതെ പോയേ? എന്തുകൊണ്ടല്ലാതെ? അതാണ് സർക്കാരിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്? പറഞ്ഞു തീർത്തോട്ടെ. വേണ്ടാന്നേ, തിരക്കൂട്ടുണ്ടാന്ന്. ഞാനിവിടെ ഏത് സീറ്റാണ് ലോക്സഭയിൽ പോയത്? തൃശ്ശൂർ. ആരുടെ സീറ്റാ പോയത്? UDF-ന്റെ. ലോക്സഭയിലെ വിലയിരുത്തൽ സർക്കാരിന്റെ വിലയിരുത്തലാണോ? ഇവിടെ പറഞ്ഞത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ റോട്ടിലിറങ്ങി പണിയെടുത്ത് പഞ്ചായത്തിലേക്കും വാർഡിലേക്ക് ഇലക്ഷൻ ജയിച്ചു വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും BJP 10, 15, 18% വോട്ട് വർധന ഉണ്ടാക്കിയ സമയത്ത് 1% പോലും വോട്ട് വർധന ഉണ്ടാക്കാത്ത സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. അത് ഭരിച്ച സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ? പിണറായി വിജയൻ തോറ്റുപോയി. 8 മെമ്പർമാർ BJP-യിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ ഒരക്ഷരമില്ല. അത് അയ്യോ, അത് 8 മെമ്പർമാർ LDF സർക്കാർ ഭരിക്കുമ്പോഴേ 2006 2011 BJP-ക്ക് എത്ര വോട്ട് കൂടി? 2006. അത് കഴിഞ്ഞിട്ട് ഇപ്പത്തെ മെമ്പർമാർ മുഴുവൻ എവിടെയപ്പോ? അതാണ് ഞാൻ പറയുന്നത്. അല്ല, അതാണ് 8 വർഷം നാം പറയുമ്പോ എന്താണെന്നറിയോ? BJP-യിലേക്ക് ആൾക്കാർ പോകുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാന്നേ. അതായിക്കോട്ടെ. ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് മേടിക്കുമ്പോൾ കൂട്ടുകൂടുമ്പോൾ അത് പ്രശ്നമില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാക്കി നിലനിർത്താൻ പറ്റിയ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ആയിക്കോട്ടെ 8 വോട്ടെങ്കിൽ 8 വോട്ട് എന്ന് പറയുന്ന ശൈലിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. CPM-ന്റെ അടിത്തറ വർക്ക് ചെയ്യുകയാണെങ്കിൽ, CPM-ന്റെ പാർട്ടി ഇറങ്ങി വർക്ക് ചെയ്യുകയാണെങ്കിൽ 27.77% CPM-ന്റെ അണികളുണ്ടല്ലോ, 27.77% CPM-ന്റെ അണികൾ. ആ അണികൾ ഇറങ്ങി പണിയെടുത്താൽ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ കേരളത്തിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം കോൺഗ്രസിനുണ്ടെങ്കിൽ കോൺഗ്രസിന് നന്ന് എന്നുള്ളതായി എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അമിതമായ ആത്മവിശ്വാസമാണ് അമിതമായ ആത്മവിശ്വാസമാണെന്നുള്ള ചോദ്യം. ശരി,
അമിതമായ ആത്മവിശ്വാസമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അമിതമായ ആത്മവിശ്വാസമുണ്ട്, അത് പരാജയത്തിനൊരു പരിധിവരെ കാരണമായി. സംഘടനാ മെഷീനറി പതിവ് പോലെ പ്രവർത്തിച്ചില്ല എന്നുള്ളതും ഒരു കാരണമായിട്ടുണ്ട്. അതാണ് സംഘടനാ ദൗർബല്യമായിട്ട് പാർട്ടി വിലയിരുത്തുന്നത്. 3 കാര്യങ്ങൾ ആദ്യം പറയാം. ആദ്യമേ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതെങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ പ്രകടമായ ഒരു ഉദാഹരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ മാത്രം എടുക്കാം. ഞാനതുകൊണ്ട് ആ കണക്കാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഗവർണറുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള കോംപ്രമൈസുകളും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ തിരിച്ചടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തുള്ള NIRF റാങ്ക് വന്നിട്ടുണ്ട് കേട്ടോ. NIRF റാങ്കിങ്ങിൽ 10 ഇന്ത്യയിലെ 10 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2 എണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഇത് 2011 ഇതായിരുന്നില്ല അവസ്ഥ കേട്ടോ. നമ്മുടെ സർവകലാശാലകൾ NIRF റാങ്കിൽ വരുന്നു എന്നുള്ളത് തുടർച്ചയായിട്ട് പ്രകടനം മെച്ചപ്പെടുത്തുന്നു. A++ നേടി കേരള സർവകലാശാല നാക്കിൻ്റെ അക്രഡിറ്റേഷനിൽ മുൻപിൽ വരുന്നത് ചെറിയ കാര്യമായിട്ടല്ല. ക്യുസാറ്റ് മുന്നിൽ വരുന്നത്, MG സർവകലാശാല മുന്നിൽ വരുന്നത്, കണ്ണൂർ സർവകലാശാല മുന്നിൽ വരുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് NIRF റാങ്കിങ്ങിൽ ആദ്യത്തെ 50 എണ്ണത്തിൽ 4 എണ്ണവും നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണ്. ഓവറോൾ എടുത്താൽ 42ാമത്തെ റാങ്ക്. പ്രത്യേകിച്ച് പൊതു സർവകലാശാലകളുടെ കാര്യമെടുത്താൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സർവകലാശാലയാണ്. ആദ്യത്തെ 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ, കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 18 എണ്ണവും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ്. അതിൽ 4 എണ്ണം സർക്കാർ കോളേജുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യൂണിവേഴ്സിറ്റി കോളേജാണ്. നോക്കൂ എങ്ങനെയാണ് സർക്കാർ കോളേജുകളടക്കം ആദ്യത്തെ 374 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിലേതായി മാറുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണോ ഏറ്റവും മോശം വിദ്യാഭ്യാസ മേഖല? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെയാണ് മോശമാക്കാൻ ശ്രമിച്ചത്? ആരാണ് മോശമാക്കാൻ ശ്രമിച്ചത്? ഗവർണർ ആയിരുന്നില്ലേ യഥാർത്ഥത്തിൽ? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നൊരു ഗവർണർ കേരളവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതല്ലേ? നമ്മളതെല്ലാം മറന്നു. ഒടുവിൽ ആ ഗവർണർ ബില്ല് ഒപ്പിടാതെ അങ്ങ് രാഷ്ട്രപതിയുടെ കയ്യിലേക്ക് അയച്ചു കൊടുത്തതും അവിടെ ഫ്രീസറിലിരുന്ന് തണുപ്പായതും നമ്മൾ മറന്നു. ഇപ്പോൾ എല്ലാ പഴിയും ആർക്കാണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനാണ്. എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് VC നിയമനം നടക്കാത്തത്? സർക്കാരാണോ VC നിയമനം നടത്തുന്നതിന് എതിരായിട്ട് നിന്നത്? നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? കേരളത്തിലെ സംഘപരിവാർ ബന്ധമുള്ള ഒരു ഗവർണറായ ചാൻസലർ നിയമിക്കുന്നയാൾ കേരളത്തിന്റെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആകണമെന്ന് ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ കേരള ഗവർണറല്ലേ, ചാൻസലറല്ലേ? ഒടുവിൽ ധൈര്യപൂർവ്വം ആ ചാൻസലർ പദവി എടുത്ത് കളയാനുള്ള തീരുമാനമല്ലേ കേരള സർക്കാർ എടുത്തത്, നിയമസഭ എടുത്തത്? ആ നിയമസഭാ തീരുമാനം ഇപ്പോഴും കിടക്കുന്നത് രാഷ്ട്രപതിയുടെ പരിഗണനയിലല്ലേ, സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന വിഷയമല്ലേ? അവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഒടുവിൽ ഭാരതാംബ വിവാദമടക്കം നമ്മൾ കണ്ടില്ലേ. എന്തൊക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്താതിരിക്കാൻ പാടുണ്ടോ അതെല്ലാം ഗവർണറുടെ ഓഫീസ് ചാൻസലർ എന്ന നിലയിൽ നടത്തുമ്പോൾ ഒരു യോഗ്യതയുമില്ലാത്ത വിദ്യാർത്ഥികളെ കാലിക്കറ്റിലും കേരള സർവകലാശാലയിലും സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഈ ഗവർണർ തിരുകുമ്പോൾ അതിന് ഏറാൻ മൂളിയായിട്ട് നിന്ന് കൊടുക്കേണ്ടിയിരുന്നോ സംസ്ഥാന സർക്കാർ? പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് സംസ്ഥാന സർക്കാർ കാണിച്ചത്. ആ പോരാട്ടം ഇപ്പോഴും തുടരും. ആ പോരാട്ടം സർവകലാശാലകളുടെ ക്വാളിറ്റി ഇടിക്കുകയല്ല ചെയ്തത്, അവിടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ആദ്യത്തെ ടേക്ക്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു എക്സാമ്പിളാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടം എത്തുന്നതിന് പകരം പ്രചരണം നടക്കുന്നത് എന്താ? ഇതാ കോംപ്രമൈസ്. ആരുമായിട്ട് കോംപ്രമൈസ്? ഗവർണർ ചാൻസലറുമായിട്ട് കോംപ്രമൈസ്. ഏതെങ്കിലും ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് കോംപ്രമൈസ് ചെയ്തിരുന്നോ? ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ കോംപ്രമൈസ് ചെയ്തിരുന്നോ? സുപ്രീം കോടതിയിലേക്ക് പോവുകയല്ലേ ചെയ്തത്? അവിടെ ഇപ്പോഴും നമ്മൾ പോരാടുകയല്ലേ ചെയ്തത്? മദ്രാസിൻ്റെയും പഞ്ചാബിൻ്റെയും വിധിന്യായങ്ങൾ കേരളത്തിന് കൂടി ബാധകമാകുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിച്ചില്ലേ? ഒടുവിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷയമായി പോലും സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായി മാറിയില്ലേ? ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇനി ഭരണവിരുദ്ധ വികാരം പ്രകടമാകുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? നോക്കൂ, സാധാരണക്കാരെ ശ്രദ്ധിച്ച ഒരു സർക്കാർ ആയിരുന്നില്ലേ യഥാർത്ഥത്തിൽ ഇത്? ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അതിദാരിദ്ര്യ മുക്തം എന്ന് പറയുന്ന ആശയത്തെ എങ്ങനെയാണ് പ്രതിപക്ഷം നേരിട്ടത്? പരിഹസിച്ചുകൊണ്ടായിരുന്നില്ലേ? 60,018 അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞ 5 വർഷങ്ങളിൽ സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ നടത്തിയ ശ്രമം നോക്കൂ. സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് സർക്കാർ സംവിധാനം എത്തി അവിടെ അവൻ്റെ രേഖകൾ ഒപ്പിച്ചു കൊടുത്ത് അവനെ ഗുണഭോക്താക്കി മാറ്റാനുള്ള ഒരു എംപവർമെൻ്റ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. എങ്ങനെയാണ് അതിനെ കണ്ടത്? 0.55% അതിദരിദ്രർ എന്ന് പറയുന്നത് പോലും എടുത്തു കളയാൻ സർക്കാർ നടത്തിയ തീവ്രമായ ശ്രമത്തെ എങ്ങനെയാണ് മാധ്യമങ്ങളടക്കം ആദ്യഘട്ടത്തിൽ വിശേഷിപ്പിച്ചത്? ഒടുവിൽ മാധ്യമങ്ങൾ പിന്നീട് തിരയാൻ പോയല്ലോ അതിദരിദ്രരെ. ഇത് പ്രഖ്യാപനം കഴിഞ്ഞ് ഈ ദിവസം വരെയും അങ്ങനെ സർക്കാരിൻ്റെ ലിസ്റ്റിൽപ്പെടാത്ത, സർക്കാരിൻ്റെ കണ്ണിൽപ്പെടാത്ത ഒരു അതിദരിദ്രനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പരമ്പര ഉണ്ടായിരുന്നല്ലോ. എന്ത് പരമ്പര? ഈ പറയുന്ന അതേ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന 60,000 ഇതൊക്കെ ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നു. നോക്കൂ, ഏത് അതിദരിദ്രനെയാണ് കണ്ടെത്തിയത്? അതല്ലേ ചോദിച്ചാൽ രേഖകളില്ലാത്ത ആളെന്നാണോ
അതിദരിദ്രന്റെ ആ രേഖകളില്ലാത്ത ഒരു രേഖയുമില്ലാതെ സർക്കാരിന്റെ ഒരു ആനുകൂല്യവും പറ്റാതെ ഈ യലഹങ്കയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട കോൺഗ്രസ് സർക്കാരിനാൽ കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യരെ പോലെ ഒരു രേഖയുമില്ലാതെ നിൽക്കുന്ന മനുഷ്യർ, ഒരു നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടി ഒരു സർക്കാർ ഒരു ശ്രമം നടത്തുമ്പോൾ അതിനെ പരിഹസിക്കാണോ വേണ്ടത്? രേഖയില്ലാത്ത ആളുകൾ അല്ല അതിദരിദ്രരുടെ ഡെഫിനിഷൻ. അല്ലല്ല, അത് പിന്നീട് മന്ത്രി പറഞ്ഞു. വായിക്കട്ടെ. അല്ലല്ല, ഒരു നിമിഷം ഞാൻ വരാം. ഈ അതിദരിദ്രരെ കുറിച്ച് എങ്ങനെയാണ് ആ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്? ഏതൊക്കെ കാറ്റഗറിയിലാണ് അതിദരിദ്രരെ കണ്ടെത്തിയിരിക്കുന്നത്? എന്റെ കയ്യിലുണ്ട്, നമുക്കത് വായിക്കാം. രണ്ടാം ഘട്ടത്തിൽ വായിക്കാം. ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ വായിക്കും. ഇത് വായിച്ചു തീർത്ത് വരട്ടെ. എങ്ങനെയാണ് സർക്കാർ കണ്ടെത്തിയത്? ആ സർക്കാർ കണ്ടെത്തിയതിനെ എങ്ങനെയാണ് അല്ലല്ല, ഒരു രേഖയില്ലാത്തവർക്ക് രേഖകൾ പോലും കൊടുത്താണ് കൊണ്ടുപോയത്. നോക്കൂ, കേൾക്കൂ, ഞാൻ വരുന്നു ആ റൗണ്ടിലേക്ക് ഞാൻ വരാം. അപ്പോ ആ ഘട്ടത്തിൽ പോലും സർക്കാർ എടുക്കുന്ന ശ്രമങ്ങളെ എങ്ങനെയാണ് കണ്ടത്? തദ്ദേശ വകുപ്പിന്റെ കേസ് മാർട്ട് അടക്കമുള്ള പദ്ധതികൾ, മാലിന്യ സംസ്കരണം. എറണാകുളത്തെ കോർപ്പറേഷൻ തോറ്റുപോയതിന്റെ കാര്യം എറണാകുളത്തെ കോർപ്പറേഷൻ മോശമായതുകൊണ്ടാണ്. ആർക്കാണ് അഭിപ്രായം? ലാലൂരിലെ മാലിന്യ കൂമ്പാരം അല്ലെങ്കിൽ ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരം ഇപ്പോഴും അതേ നിലയിൽ തന്നെയാണോ തുടരുന്നത്? നമ്മളുടെ മുന്നിൽ ഉള്ള കാര്യങ്ങളല്ലേ എങ്ങനെയാണൊരു വികസനം ജനജീവിതത്തെ തൊടുന്നത് എന്ന് ബോധ്യമായതല്ലേ. ഇനി റവന്യൂ വകുപ്പിന്റെ കാര്യത്തിലേക്ക് വരാം. പട്ടയഭൂമിയുടെ വിതരണത്തിൽ കഴിഞ്ഞ 9.5 വർഷം സർവ്വകാല റെക്കോർഡല്ലേ ഇട്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് 4,10,958 പട്ടയം കൊടുത്തു. ഒരു ദിവസം 119 പട്ടയം, ഒരു മണിക്കൂറിൽ 5 പട്ടയങ്ങൾ എന്ന മട്ടിലാണ് പട്ടയങ്ങൾ ഇവിടെ തയ്യാറാക്കി പട്ടയമില്ലാത്ത മനുഷ്യർക്ക് കൊടുത്തിരുന്നത്. ചെറിയ കാര്യമാണോ? ഈ 4,10,958 പേർക്ക് ഭൂമിയുടെ അവകാശം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, മുത്തങ്ങ നമ്മുടെ മുന്നിലെ ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. ഇനി വീട് കൊടുത്തതിന്റെ കണക്കുകൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. 4,71,442, ഒരു ദിവസം 182 എന്ന നിലയിൽ, ഒരു മണിക്കൂറിൽ 6 വീടുകൾ എന്ന നിലയിൽ, 10 മിനിറ്റിൽ ഒരു വീട് എന്ന നിലയിൽ ഇവിടെ വീടൊരുങ്ങി വരുന്നുണ്ട്. മറ്റൊരു വീടിന്റെ കാര്യമുണ്ട് കേട്ടോ, അത് വയനാട്ടിലാണ്. കോൺഗ്രസിന്റെ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട്ടിലെ വീട് ഇന്ന് 28 കഴിഞ്ഞ് 29 ദിവസമായി അല്ലേ. ഇന്നലെ 28-ാം തീയതി സ്ഥാപക ദിനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നായിരുന്നു കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരുന്നത്. ഒരു വീട് പോലും അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു സെന്റ് പോലും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം രജിസ്റ്റർ ചെയ്തിട്ടില്ല. എവിടെ പോയി വാക്കുകൾ? ഒരു ഭാഗത്ത് അവിടെ സർക്കാരിന്റെ ഈ പുനരധിവാസത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടുകൾ ഉയരുകയാണ്. കോൺഗ്രസിന്റെ പ്രഖ്യാപിത വീട് എവിടെ പോയി? ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഓരോ 10 മിനിറ്റിലും ഒരു വീടുകൾ എന്ന മട്ടിൽ ഈ ലൈഫ് മിഷന്റെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചത്. ആ വീടുകൾ നിർമ്മിച്ചത് തെറ്റായ കാര്യമാണോ? ഇനി എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നൊരു വലിയ വിഷയമുണ്ടല്ലോ, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ വിഷയം. എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ വിഷയം ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാകാതെ പോയത്? കാരണം PSC യുടെ നിയമനം തന്നെ നോക്കൂ. സർവകാല റെക്കോർഡ് ഇട്ടില്ലേ PSC യുടെ കാര്യത്തിൽ? PSC മറ്റു സംസ്ഥാനങ്ങളിലെ PSC അപേക്ഷിച്ചും UPSC അപേക്ഷിച്ചുമുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. PSC യുടെ കണക്കിൽ 9.5 വർഷം കൊണ്ട് 3,02,202 അപ്പോയിന്റ്മെന്റുകൾ നടത്തി. 3,02,202 അപ്പോയിന്റ്മെന്റ് 9.5 വർഷം കൊണ്ട് പൂർത്തിയാകുമ്പോൾ 3,20,000 കഴിയും. ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു വർഷം 31,815, ഒരു മാസം 2,651, ഒരു ദിവസം 87 അപ്പോയിന്റ്മെന്റുകൾ എന്ന മട്ടിലാണ് ഇവിടെ PSC അപ്പോയിന്റ്മെന്റുകൾ നടന്നത് ചെറുപ്പക്കാരുടെ കാര്യത്തിൽ. ഇപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഭരണവിരുദ്ധ വികാരമായി വരുന്നത്? പക്ഷേ ഇതിനിടയിലും സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ എന്താ? ഈ ഭരണ നേട്ടങ്ങളെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ അതിനെ വലിയ വിവാദമാക്കി മാറ്റുകയും പല വിഷയങ്ങളും പർവ്വതീകരിച്ച് പ്രചരണവേളയുടെ ഭാഗമായി കൊണ്ടുപോവുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പാരഡി ഗാനത്തെ ആശ്രയിക്കേണ്ടി വന്നില്ലേ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്? ഒരു പാരഡി ഗാനത്തെ. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ ഭരണപരാജയത്തെ വകുപ്പുകൾ തിരിച്ച് സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് അത് തെളിയിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം പ്രതിപക്ഷത്തിനുണ്ടോ? വികസനം കാര്യം ആളുകളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളെ അപമാനിക്കുന്ന പ്രതികരണമാണ് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയത്തിന് ശേഷമാണ് ആ പാട്ട് പാടിയത്. അതൊക്കെ ചില ഭാഗത്ത് പാടിയിട്ടില്ല, പല ഭാഗത്ത് വേറെ പാട്ടുണ്ടായിട്ടില്ല, പല ഭാഗത്ത് വേറെ പാട്ടുണ്ടായിട്ടില്ല. വിജയത്തിന് മുമ്പ് ആ പാട്ട് കൃത്യമായി പാട്ട് പാടിയിരുന്നു. രണ്ടാം ഘട്ടം പാട്ടിന് വരുമ്പോഴാണ് ഈ പോറ്റിയെ കയറ്റിയത് എന്ന ചോദ്യത്തിന് മുൻപിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി നിൽക്കുന്ന ചിത്രം CPM എടുത്ത് ഉപയോഗിക്കുന്നു വലിയ രീതിയിൽ. അതിന് വരുന്ന സമയത്ത് ഇപ്പൊ ആർക്കും പാരടിപ്പാട്ട് പാടണ്ട, ആർക്കും പാരടിപ്പാട്ട് എന്റെ ഒരേ ഒരു ചോദ്യത്തിന് സ്മൃതി ഉത്തരം പറയുമെങ്കിൽ പറയൂ. ഈ എന്നാണ് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത്? അംഗീകരിയോ?
അല്ല അറിയോ? അപ്പൊ കയറ്റിയതാരാ? എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊള്ളത്തിന് മുമ്പാണ്? ഒന്നാമത്തെ കാര്യം ആരൊക്കെ കാണാൻ വരുന്നത്? അങ്ങേ കാണാൻ വരുന്നവരെ എല്ലാവരും ജാതകം നോക്കിയിട്ടാണോ സംസാരിക്കുക? നമ്മൾ അടുത്ത 2 തവണ വരും. ശബരിമലയിലെ പ്രധാന ആളാണ് പറഞ്ഞാൽ കാണും. ശബരിമലയിലെ പ്രധാന ആളാണ് പറഞ്ഞാൽ കാണുന്നേ. അയാൾ ചരട് കെട്ടിക്കൊട്ടി പ്രാർത്ഥിച്ചു തരുന്നതാണെന്ന് വിചാരിച്ചത് മേടിക്കും. ഒരു തവണ കണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം gift അല്ല, എന്താണ് നിങ്ങളുടെ പോയിന്റ്? എന്താണ് എന്റെ പോയിന്റ്? സോണിയാഗാന്ധിക്ക് സ്വർണ്ണം കിട്ടിയോ? CPM അകത്തിരിക്കുന്ന ആൾക്കാരെ പുറത്താക്കും. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കയറ്റിയതെന്നാണ് പാരടിപ്പാട്ടിൽ പറയുന്നത്? സഖാക്കളാണെന്നാണല്ലോ പറയുന്നത്. സഖാക്കൾ കയറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് ജനപതി പോയി സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കിട്ടുന്നത്? അല്ല, അവിടെ കെറ്റിയ കാര്യമാണല്ലോ പറഞ്ഞത്. ശബരിമല കെറ്റിയാണല്ലോ. നിങ്ങൾ അയ്യോ ഇത്രയും സാധനം പറയാതിരിക്കും കേട്ടോ. നിങ്ങൾ ആദ്യം പത്മകുമാറിനെതിരെ നടപടി എടുത്തിട്ട് പറയും. ഇതുപോലും പറയുന്നത് എന്താണ്? പത്മകുമാറിനെതിരെ നടപടിയില്ല. ഇന്ന് ഒരു അറസ്റ്റും കൂടി ഉണ്ടായല്ലോ. എപ്പോഴാ വരാനാ കഴിയാനായി? അതിലേക്ക് വരാം. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊള്ള നടത്തുന്നതിന് മുമ്പാണോ കൊള്ള നടത്തുന്നതിന് ശേഷമാണോ സോണിയാഗാന്ധി കണ്ടത്? അത് പറഞ്ഞാൽ മതി. അല്ല, കൊള്ള നടത്തിയതിനു ശേഷം ഇവിടെ മുഖ്യമന്ത്രി എന്തായാലും വേദി പങ്കിട്ടിട്ടുണ്ട്. കൊള്ള നടത്തിയതിനു ശേഷമാണല്ലോ മുഖ്യമന്ത്രി ആംബുലൻസ് മേടിക്കുന്ന പരിപാടി പങ്കെടുത്തത്. കൊള്ള നടത്തിയതിനു ശേഷമല്ലേ? ആർക്ക്? എന്താണ് ആഭ്യന്തര വകുപ്പിന്? സോണിയാഗാന്ധി വാങ്ങിയതോ? എന്ത്? ആർക്ക് വേണ്ടിയാ? എന്തെന്ന്? ചരട് വാങ്ങിയത്. ആ ഗിഫ്റ്റ് എന്താന്ന് അങ്ങേക്ക് അറിയോ? മുഖ്യമന്ത്രി വാങ്ങിയ ഗൂർഖ ജീപ്പ് ശബരിമലയിലേക്ക് വേണ്ടിയാണ്. അത് കൊടുത്തതാരാന്നറിയാമല്ലോ? ഭീമ ജുവലറി. ആയിക്കോട്ടെ. അവിടെ ഭീമ ഒരൊറ്റ ആംബുലൻസിന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാനുള്ള ആ ഒരു ഔത്സുക്യത്തിന്റെ കാര്യം ഭീമ ജുവലറി ശബരിമലയിലേക്ക് ഒരു ഗൂർഖ ജീപ്പ്. ഇവിടുത്തെ ഭീമ ജ്വല്ലറി അല്ല, കർണാടകയിലെ ഭീമ ജ്വല്ലറിയുടെ ആളാണ്. ആയിക്കോട്ടെ. മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഓപ്പൺ സ്പേസിൽ DGPയുടെ സാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെച്ച് ഭീമ ജുവലറിയുടെ ജീപ്പ് കൈമാറുന്നു. ആ ജീപ്പ് കൈമാറിയതിനു ശേഷം മുഖ്യമന്ത്രി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അതാണ് ഇപ്പൊ ചിത്രമാക്കി ഈ പറയുന്ന ഫോട്ടോഷോപ്പ് സുബ്രഹ്മണ്യൻ ഉപയോഗിച്ചു. സോണിയാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്. ഇത് എ ഫോട്ടോ ആണോ? സോണിയാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്. സോണിയാഗാന്ധി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ നേതാക്കൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കേസില്ല. സംശയമില്ല. ചരട് കെട്ടുന്നതും സമ്മാനം കൊടുക്കുന്നതും എ ഫോട്ടോയാണോ? അല്ല, ചരട് കിട്ടുന്ന സമ്മാനം കിട്ടുന്ന ഫോട്ടോ അല്ല. മുഖ്യമന്ത്രി നിൽക്കുന്നതും അല്ല. കടകംപള്ളിയും ഈ പറയുന്ന എല്ലാം പറയണല്ലോ. അല്ല, ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രിയും ഈ പറയുന്ന അല്ലല്ല, എവിടെ വെച്ചിട്ടാണ് ചർച്ച നടത്തുന്നത്? വിമാനത്താവളത്തിന് പുറത്ത് ഇരുന്നിട്ടാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാള് സോണിയാഗാന്ധിന്റെ കൂടെ ഉണ്ടെന്ന് അന്വേഷിക്കുന്നേ. എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം ഏകപക്ഷീയമായി അവതരിപ്പിച്ചത് എന്നത് മാത്രമേ എനിക്ക് വിഷയമുള്ളൂ. ഒരു ഭാഗത്ത് ഈ ചിത്രങ്ങൾ മുന്നിൽ നിൽക്കും. അങ്ങനെ ഏകപക്ഷീയമായ പ്രചാരണത്തിൽ അല്ല, കേരളത്തിലെ സഖാക്കളാണ്. പരിഹാസമാവാം, പക്ഷേ അത് സോണിയാഗാന്ധിയെ എന്ന് കണ്ടു അകത്ത് കിടക്കുന്ന സഖാക്കളെ പറ്റിയാണ് പറഞ്ഞത്. സഖാക്കൾ കയറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടു. സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കിട്ടി. അത് സ്വർണ്ണക്കൊള്ളയ്ക്ക് മുമ്പാണോ പിന്നാണോ? അത് സോണിയാഗാന്ധി മാത്രല്ല, കേരളത്തിലെ UDFന്റെ കൺവീനറാണ് കൊണ്ടുവന്നത്. തീർന്നില്ല. അത് എവിടുന്നാ പോയത്? ശബരിമല നിൽക്കുന്ന പത്തനംതിട്ടയിലെ MP-യുടെ സാന്നിധ്യത്തിൽ, ഈ കോന്നിയിലെ മുൻ MLA-യുടെ അതായത് കോടതിയിൽ സമീപിച്ചിട്ടേ ഇതിലൊരു അന്വേഷണമാണെന്ന് സർക്കാർ ആവശ്യപ്പെടണം കേട്ടോ. SIT ഇവിടെ എത്തിയപ്പോ പെട്ടെന്ന് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞേ. എന്താ പെട്ടെന്ന് ഇവിടെ എന്താ CBIയുടെ പെട്ടെന്ന് എന്താ പ്രശ്നം? CBI ആരുടെ കൂട്ടാന്ന്? CBI ആരുടെ കൂട്ടാണെന്ന് എന്താ ഉദ്ദേശിച്ച? CBI അന്വേഷിക്കണം. ഗോവർദ്ധനിലേക്ക് എത്തിയപ്പോ SIT അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്കുള്ളവരിലേക്ക് എത്തിയപ്പോ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു CBI അന്വേഷണം? അത് അംഗീകരിഞ്ഞൂടെ? അങ്ങേക്ക് അറിയാത്ത പോലെ പറഞ്ഞു. രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പുറത്തേക്കുള്ള കണ്ണിയാണ് അത് നീക്കിയിരിക്കുന്നത്. അത് അന്വേഷിക്കണമെങ്കിൽ ഇവർക്ക് പരിമിതികളുടെ മുമ്പാണ് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് SIT വിശ്വാസമില്ല എന്ന് ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. രണ്ടുപേരിലേക്ക് എന്താണ് എത്താൻ വൈകിയെന്നുള്ള ചോദ്യം കോടതി ചോദിച്ചു. എവിടെയാണ് ആ 2 IPS ഉദ്യോഗസ്ഥരുടെ പേര്? എവിടെ പ്രതിപക്ഷ നേതാവ് പറയാത്തത് എന്താ? എനിക്കറിയാലോ. എനിക്കറിയില്ല. IPS ഉദ്യോഗസ്ഥന്റെ പേര് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇതിലെ പ്രതിയാണ്. SIT-യെ സമ്മർദ്ദത്തിലാക്കുന്നത് ആരാണ്?
IPS ഉദ്യോഗസ്ഥന്റെ ഇനി പിതാവ് രണ്ടാമത്തത് കേസിലെ പ്രതിയാണ് കേട്ടു. സർ. അത് ആർക്കും അറിയാവുന്നത് ഹരിശങ്കറിന്റെ കാര്യമാണോ? ഹരിശങ്കറാണോ സമ്മർദ്ദം ചെലുത്തുന്നു ചെലുത്തില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അടുത്ത IPS ഉദ്യോഗസ്ഥൻ അതാണോ? എനിക്കറിയില്ല. അന്വേഷിക്കൂ. അങ്ങേക്ക് എല്ലാം അറിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാര്യങ്ങൾ മുഴുവൻ അങ്ങേക്കല്ലേ അറിയുന്നത്? പൊതുസമക്ഷം സ്മൃതി, പൊതുസമക്ഷം ഇത് എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടത്? അതിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് UDF പ്രചരിപ്പിച്ചതുപോലെ പാരഡി പാട്ട് എഴുതിയോ മറ്റേതെങ്കിലും രീതിയിലോ ഇത് നേരിട്ടില്ല. മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളുമുള്ള സംവിധാനമുള്ള അതിന് പണമൊഴുക്കാൻ കഴിയുന്ന സർക്കാർ സംവിധാനമുള്ള മുഖ്യമന്ത്രി മന്ത്രിമാർ തന്നെ കടന്നുപോയി എല്ലാ ജില്ലകളും സംസാരിച്ചിട്ടും ജനങ്ങളെ കണ്ടിട്ടും ജനങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയിട്ടും ഒന്നും നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത കാര്യം. നോക്കൂ, CPM-ന് അയ്യപ്പന്റെ സ്വർണം സഖാക്കൾ കയറ്റിന്ന് ഒരു പാട്ടുണ്ടാക്കാൻ പറ്റുമോ? കോൺഗ്രസിന് അത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് മൊത്തത്തിൽ പാടാൻ പറ്റിയത്. അല്ല, അപ്പോ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള ഈ സർക്കാരിന്റെ കാലത്ത് നടന്നതല്ല. നമ്പർ 1. നമ്പർ 2, സർക്കാരിന് ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം, ദേവസ്വം ബോർഡിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഇതുവരെയും ഈ നിമിഷം വരെയും നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ സ്വർണ്ണപ്പാളികൾ എവിടേക്ക് ഏത് വ്യാപാരിക്ക് കൊടുത്തു എന്നുള്ളത് അറിയാമെന്ന് പറഞ്ഞതിന് ഒരു തെളിവും ഈ നിമിഷം വരെയും പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടില്ല. ഈ നിമിഷം വരെയും കൊടുത്തിട്ടില്ല. 8 തവണ ചോദിച്ചു, ഒരു തവണയും പ്രതിപക്ഷ നേതാവിന് മറുപടി. പ്രതിപക്ഷ നേതാവ് കോടതിയിൽ 9 തവണ മറുപടി നൽകി എന്നാണ് ഞാൻ കേട്ടത്. കോൺഗ്രസ് നേതാവ് എന്റെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് പറഞ്ഞാണ് ഒരു തവണ കടകംപള്ളിയുടെ അഭിഭാഷകൻ ഹാജരായില്ല. മറുപടി പറഞ്ഞ 3 ഘട്ടങ്ങൾ ഞാൻ പറയാം. 1, ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് പാർലമെന്റിലെ നിയമസഭയിലെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ്, ഭരണഘടനാപരമായ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഭരണഘടനാപരമായ പ്രിവിലേജ് പ്രതിപക്ഷ നേതാവിനില്ല. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, അങ്ങനെയാണെങ്കിൽ പോലും അത് പുറത്തു വന്ന മാധ്യമങ്ങളോട് പറയുമ്പോൾ അതാരാണ് എന്ന് വ്യക്തമാക്കാനുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും പ്രതിപക്ഷ നേതാവിനുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് കൊടുത്തതിന് ശേഷം പിന്നീട് പറഞ്ഞു ഇത് കടകംപള്ളി സുരേന്ദ്രൻ കൊടുത്തതാണോ എന്ന് അറിയില്ല എന്ന ഇത് പറഞ്ഞു കേട്ടു എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. എപ്പോഴെങ്കിലും പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞുകൂടാ? 8 തവണ കോടതിയുടെ മുന്നിൽ പോകുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഒളിച്ചുകളി? കടകംപള്ളി സുരേന്ദ്രന് ഇത് അറിയാമെങ്കിൽ കോടതിയിലേക്ക് ഒളിച്ചു പോകാൻ പറ്റുമോ? ഒളിച്ചു പോവല്ല, എന്തുകൊണ്ടാണ് ഈ ഒളിച്ചുകളി? സർക്കാർ കോടതി കൊടുക്ക്, കോടതി പറ, നമ്മുടെ പറയണ്ട, കോടതി പറയൂ. അപ്പം മൊത്തത്തിലൊരു വലിയ രീതിയിലുള്ള പുകമറ സൃഷ്ടിക്കുക, ഒരു വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം സൃഷ്ടിക്കുക. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് ഒരു ഭാഗത്ത് ഇടതുപക്ഷവും മറുഭാഗത്ത് ഇടതുപക്ഷ വിരുദ്ധരുടെയും ഒരു വലിയ കൂട്ടായ്മയാണ്. അതിനകത്ത് BJP ഉണ്ട്, അതിനകത്ത് കോൺഗ്രസ് ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, SDP ഉണ്ട്. ഈ പറയുന്ന കക്ഷികളെല്ലാം ഒരു ഭാഗത്ത് ഈ സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത്. പക്ഷേ അവിടെ വികസനം എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനിറങ്ങുന്നതെങ്കിൽ ഈ സർക്കാരിന് തെല്ലും ഭയക്കേണ്ടതില്ല. പക്ഷേ പ്രചരണത്തെയല്ല കുപ്രചരണത്തെയാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ ഇന്ന് പാർട്ടി വിലയിരുത്തിയതുപോലെ സർക്കാരിൻ്റെ സാമൂഹിക മാധ്യമ ഇടപെടലുകൾ കുറച്ചുകൂടി ശക്തമാക്കേണ്ടതുണ്ട്. ആ ദൗർബല്യം സംഘടനാ തലത്തിൽ പ്രതിഫലിച്ചതും മാറ്റേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് അമിത ആത്മവിശ്വാസത്തിൽ ഇരുന്നിട്ട് കാര്യമില്ലെന്നും നിലവിൽ അടിത്തറയിളക്കാൻ പോകുന്ന വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമുണ്ടല്ലോ, ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പോലും വലിയ രീതിയിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വലിയ കൊടുങ്കാറ്റായിട്ട് മാറുന്നതെന്നുള്ളത് ഒരു ഉദാഹരണം പറയാം. VK പ്രശാന്തുമായി ബന്ധപ്പെട്ടേ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. 25,000 രൂപ MLA വാങ്ങിയിട്ട് 872 രൂപ മാത്രമാണ് അവിടെ MLA മുറിയിൽ കൊടുക്കുന്നതെന്ന്. 1 രൂപ പോലും ഈ പറയുന്ന MLA ഓഫീസിന് വാടക ഇനത്തിൽ MLAയുടെ ഓഫീസിൽ അനുവദിക്കുന്നില്ല. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏറ്റെടുത്തിരിക്കുന്ന ആരാ? ശബരിനാഥിനെ പോലെയുള്ള നേതാക്കളാ. എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? വേണ്ടിയിട്ട് BJP കൗൺസിൽ ഉന്നയിച്ച ആരോപണം ശബരിനാഥ് ഏറ്റെടുക്കുന്നതിന്റെ ആവശ്യം എന്താ? അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ ജിമ്മി? അവിടെ MLA-മാരുടെ വാസസ്ഥലം എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്, അത് MLA-മാരുടെ ഓഫീസ് എന്നാണോ? 140 MLA-മാർക്കും കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ഓഫീസുകളിൽ എങ്ങനെ പ്രചരിപ്പിക്കുന്നത് നോക്കൂ ജിമ്മി. ഈ പ്രചരിപ്പിക്കുന്നത് ആകെ കിട്ടുന്ന 70,000 രൂപയിൽ അവിടെയുള്ള മണ്ഡലത്തിലെ അലവൻസ്, മണ്ഡലത്തിലെ ബാക്കിയുള്ള കാര്യങ്ങൾ, യാത്രാ ബത്ത, ഒപ്പം തന്നെ ടെലിഫോൺ സൗകര്യങ്ങൾ, ഇതെല്ലാത്തിനും കൂടിയാണ് ഈ പൈസ കിട്ടുന്നത്. അതിനകത്ത് 25,000 രൂപ വാടക ഇനത്തിൽ കിട്ടുന്നു എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ചില്ലേ? ഇതല്ലേ പ്രചരണത്തിന്റെ രീതി? അതിനെ എങ്ങനെയാ നേരിടുക? അതിനെ നേരിടാൻ ആവശ്യമായ സാമൂഹ്യ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ മുൻ MLA ഇപ്പോഴത്തെ കൗൺസിലർ വന്നിട്ട് BJP-ന്റെ കൗൺസിലർക്ക് ഓഫീസ് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് അപ്പോൾ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത്
ഫാക്ട് വെച്ചല്ല ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, കുപ്രചരണങ്ങളിലൂടെ സ്ഥാപിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ വഴി വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. ആ പ്രചരണത്തോട് അമിതമായ ആത്മവിശ്വാസത്തിലുള്ള ഒരു ലാഘവത്വം ഇടതുപക്ഷം കാണിക്കാൻ പാടില്ല. ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഞാൻ വിശ്വസിക്കുന്നു ശക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വാറാണ്. അതിനകത്ത് മിസ്ഇൻഫർമേഷനുകൾ ശക്തമായിട്ടുണ്ടാവും. ഇതേപോലെ സുബ്രഹ്മണ്യനെ പോലെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്, ഉത്തരവാദിത്തപ്പെട്ടത് ഇപ്പോഴും ആ നേതാവിന് അതിനകത്ത് നിന്ന് പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ നിമിഷം അയാൾ വിശ്വസിക്കുന്നത് അത് ശരിയായിരിക്കും എന്നുള്ളതാണ്. ഫുൾ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷവും അയാൾ വിശ്വസിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. അത് മിണ്ടുന്നില്ല. 4 ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഒരെണ്ണം ഇടയ്ക്ക് കൂടെ ഒരു കാര്യം പറഞ്ഞു, VPP മുസ്തഫയും ഇപ്പോഴും അതുപോലൊരു ചിത്രം സോണിയാഗാന്ധി ചിരിക്കുന്നു. ശരിയല്ല. മിസ്ഇൻഫർമേഷൻ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഫാക്ട് പറഞ്ഞുകൊണ്ടല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയില്ല. ഫാക്ട് ആൻഡ് കുപ്രചരണങ്ങളും മിസ്ഇൻഫർമേഷനും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോഴും നടക്കുന്നത് അറിയോ? ഇപ്പോഴും നടക്കുന്നത് അല്ല, ഫാക്ടും മിസ്ഇൻഫർമേഷനും തമ്മിലുള്ള തർക്കം തന്നെയാണ് നടക്കേണ്ടത്. കൊടുക്കുന്നത് ആരാണ് ഫാക്സ് പറയുന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. സർക്കാരിന് മുഴുവൻ സംവിധാനം ഉണ്ടായിട്ടും ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്നും നന്നായി പ്രചാരണം കൊടുക്കാൻ പറ്റിയില്ല എന്നാണ്. രണ്ട് കാര്യമാണ് ഇപ്പൊ നടക്കുന്നത്. രണ്ട് കാര്യം. ഒന്ന് അയ്യപ്പ കോപമാണ് LDF തോക്കാനുള്ള കാരണം. രണ്ട് എന്താണ് ഭരണവിരുദ്ധ വികാരമാണ് LDF. ഇത് രണ്ടും വിജയിച്ചാൽ ഇവര് വിജയിച്ചു. അയ്യോ, ഞങ്ങൾ അയ്യപ്പനെ സ്ഥലത്ത് ജയിച്ചു. പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ തിരിച്ചു ചോദിക്കുന്നു, ശരി, ഏതൊക്കെ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമാണ്? എണ്ണി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രചരണമേ അവിടെയുള്ളൂ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പാർട്ടിക്ക് സംഭവിച്ച പിശക് എന്ന് പറയുന്നത് അവിടെ നേരത്തെ തന്നെ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലെങ്കിലും പത്മകുമാറിനെതിരെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ പാർട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നു കുറ്റപത്രത്തിൽ വരുമ്പോൾ കൊള്ളയുടെ പങ്കൊന്നും ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ ആയിരിക്കാം കുറ്റപത്രത്തിൽ ഉണ്ടാവുക. ഭരണപരമായ വീഴ്ച സംഭവിച്ചു, അതിന്റെ പേരിലാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ജയിലിൽ കിടത്തിയിരിക്കുന്നത് എന്ന് പാർട്ടി കരുതുന്നു. അങ്ങനെ കരുതാനുള്ള അവകാശം പാർട്ടിക്കുണ്ട്. പക്ഷേ അത് പൊതുജനങ്ങൾ വിശ്വസിക്കണം എന്ന് പറയാനുള്ളത് പാർട്ടിക്ക് ഒരു കാര്യമുണ്ട്. പാർട്ടിയായി പ്രവർത്തിക്കുകയും സർക്കാരായി പ്രവർത്തിക്കുകയും ചെയ്ത പ്രശ്നം അവസാനിച്ചു. ഇതിപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ഇപ്പൊ രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പത്രസമ്മേളനം, 5 മിനിറ്റ് കഴിയുമ്പോൾ രമേശ് ചെന്നിത്തലിന്റെ പത്രസമ്മേളനം, അത് കഴിഞ്ഞ് KC വേണുഗോപാലിന്റെ പത്രസമ്മേളനം, അത് കഴിഞ്ഞ് K സുധാകരന്റെ പത്രസമ്മേളനം, ഇങ്ങനെ പടപടാന്ന് പറയാം. ഒരു മിനിറ്റ് സാറേ, ആ സമയത്ത് ആരെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഒരാഴ്ചത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരൊക്കെ എവിടെ പോയതായിരുന്നു? ഇത് ന്യായീകരിക്കേണ്ടതല്ലായിരുന്നോ? അത് ന്യായീകരിക്കേണ്ടതാണ് തിരിച്ചടിയായെന്ന് പറയും. അതെന്താ ന്യായീകരിക്കാത്ത കാരണം എന്തായിരുന്നു അറിയോ? ഒറ്റക്കാരുള്ളൂ, ഞങ്ങൾ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോട് ഇരുന്നു. ആ കാര്യം മാത്രമാണ് പാർട്ടി കണ്ടെത്തിയത്. MP ഗോവിന്ദന്റെ ബൈറ്റൊക്കെ എന്നും വരാറുണ്ട്. എവിടെ? അപ്പോൾ നമുക്ക് തോൽപ്പിച്ചത് അമിത ആത്മവിശ്വാസമോ എന്നതായിരുന്നു ചോദ്യം. 3 പേരും യെസ്, ഒരാൾ നോ. Meet the editors.